ലാഗ് ഫ്രീ ഫയർ ഓപ്പൺ ആക്കുമ്പോൾ ലാഗ്, ഓപ്പൺ ആക്കി മാച്ച് മേക്കിംഗ് ആയി വരാൻ ലാഗ്, മാച്ച് മേക്കിംഗ് ആയാൽ ഗെയിം ലോഡായി വരാൻ ലാഗ്, ലോഡായി വന്നാലോ അവസാനം ഗെയിം കളിക്കുന്ന സമയത്ത് ഒടുക്കത്തെ ലാഗ്. ഈ ലാഗും കാര്യമൊക്കെ സഹിച്ച് കളിച്ച് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മളുടെ ഗെയിം ഓട്ടോ ബാക്ക് അടിച്ച് പോകുന്നത്. ഈ ഓട്ടോ ബാക്ക് അടിച്ച ഗെയിം ഓപ്പൺ ആയി വന്ന് അതിനുശേഷം റീകണക്റ്റ് ഒക്കെ ആയി വരുമ്പോഴേക്കും ആൾ ഡെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എല്ലാ ലോ എൻഡ് പ്ലെയേഴ്സിൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയത് ഒരു 500 MB റാമുള്ള ഒരു ഡിവൈസിലാണ് ഞാൻ ആദ്യം ഫ്രീ ഫയർ കളിച്ച് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ 1 GB റാമിലേക്ക് പോയി, 1 GB പ്ലെയേഴ്സ് ആയിരുന്നു. അതിനുശേഷം 3 GB റാമിലേക്ക് ഞാൻ പോയി. അങ്ങനെ എല്ലാ ലോ എൻഡ് ഡിവൈസിലും ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസും കാര്യമൊക്കെ ഉള്ളതാണ്. ലോ എൻഡ് പ്ലെയേഴ്സിൻ്റെ എല്ലാ സിറ്റുവേഷനും ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ ലോ എൻഡ് ഡിവൈസ് പ്ലെയർ ആയ സമയത്ത് ഞാൻ പഠിച്ച പണി എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പഠിച്ച പണി 18 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ലാഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂട്യൂബിലുള്ള ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ലാഗ് ഫിക്സ് ചെയ്യാനുള്ള എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ടിപ്സും ട്രിക്സും കാര്യമൊക്കെ ഞാൻ എല്ലാ ടിപ്സും ട്രിക്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടിപ്സും ട്രിക്സൊക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി. ഒരു ഇന്തോനേഷ്യൻ ചാനലായിരുന്നു, ഇന്ത്യൻ ചാനലല്ല, ഒരു ഇന്തോനേഷ്യൻ ചാനലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ സിമ്പിളായിട്ട് കാണുന്ന സമയത്ത് അതിൽ എങ്ങനെ ഫിക്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇന്തോനേഷ്യൻ ചാനലായതുകൊണ്ട് എനിക്ക് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായിരുന്നില്ല. കാരണം ലാംഗ്വേജ് എനിക്ക് ഇന്തോനേഷ്യൻ ലാംഗ്വേജ് ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ വീഡിയോയിൽ കുറച്ച് സ്റ്റെപ്സും കാര്യമൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ ഒന്ന് ചെയ്ത് നോക്കി. അത് കോൺഫിഗ് ഫയലിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞു തരുന്ന കോൺഫിഗ് ഫയൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്ത് നോക്കി. അപ്ലൈ ചെയ്ത് ഗെയിം ഓപ്പൺ ആക്കുന്ന സമയത്ത് എൻ്റെ മോനെ ഒരു രക്ഷയുമില്ല. ആ ഒരു ദിവസമായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലോ എൻഡ് ഡിവൈസിൽ ഒരു ഗെയിം ഓട്ടോ ബാക്ക് ആവാതെ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് വരെ കളിച്ച് തീർക്കുന്നത് ആ ഒരു കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്തതിന് ശേഷമായിരുന്നു. പിന്നീട് ഈ കോൺഫിഗ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ ആ ഒരു ചാനലിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തു. അതിൽ ട്യൂട്ടോറിയൽസും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചാനലിൽ. അപ്പോൾ ആ വീഡിയോയും കാര്യമൊക്കെ കണ്ടിട്ട് ഞാൻ കോൺഫിഗ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചെടുത്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു കോൺഫിഗ് ഫയലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ ഒരു കോൺഫിഗ് ഫയലിൻ്റെ ലിങ്കും കാര്യമൊക്കെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയർ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ഫയർ മാക്സ് പ്ലെയർ ആണെങ്കിൽ ഫ്രീ ഫയർ മാക്സിൻ്റെ കോൺഫിഗ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് എങ്ങനെയാണ് കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം സിമ്പിളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കോൺഫിഗ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ വീഡിയോയിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടൂ.